നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ട് അയാൾ നല്ല ആളാന്നൊക്കെ പറയുന്നത് ബിഹേവിയർ കണ്ടിട്ടാണ്. ബിഹേവിയർ ക്യാരക്ടർ അല്ല. നമ്മൾ വീട്ടിൽ വന്നപ്പോഴോ ഇരുന്നപ്പോൾ ഒരു സാറിനെ കണ്ട ഉടനെ എണീറ്റ് തൊഴുതതോ കണ്ട ഉടനെ കാല് തൊട്ട് തൊഴുതതോ ഇതൊക്കെ ബിഹേവിയറാണ്. ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടുമല്ലോ. ഇവൻ പുറത്ത് വെക്കാത്ത ഷോക്കേസ് ചെയ്യാത്ത സാധനമാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. പക്ഷേ നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് അവരോട് ഇടപെടാൻ. ബിഹേവിയർ ഇച്ചിരി പ്രശ്നമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ക്യാരക്ടറുള്ള ആൾക്കാർ വേറെ ടൈപ്പ്. രമേഷ് പിഷാരടി ചേട്ടാ സ്വന്തം കുഴി തോണ്ടി വെച്ചേക്കുക അല്ലേ ചേട്ടാ? ഒരു പഴഞ്ചൊല്ലില്ലേ ചേട്ടാ, ഈ സ്വന്തം കോണകം തന്നെ പാമ്പായി മാറുന്ന അവസ്ഥ, അങ്ങനെ എങ്ങാണ്ടൊരു പഴഞ്ചൊല്ലില്ലേ? ഇപ്പൊ അത് കറക്റ്റ് സ്യൂട്ടാ. വിശ്വാസവഞ്ചനയെ പറ്റി ചോദിച്ചപ്പോൾ രമേഷ് പിഷാരടി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടല്ലോ. ജീവിതമല്ലേ, കിടക്കട്ടെ കിടക്കട്ടെ. അല്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേ, വേറൊന്നും പറയാൻ പറ്റില്ല. ശ്വേതാ മേനോൻജി, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ കയ്യിൽ ഈ രമേഷ് പിഷാരടിയുമായിട്ടുള്ള ആ ഒരു സംഭാഷണത്തിൻ്റെ വോയിസ് ക്ലിപ്പ്, ഒരു പോർഷനും മ്യൂട്ട് ചെയ്യാത്ത ഒരു ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് റെക്കോർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളിലൂടെ നമ്മളെയൊക്കെ ഒന്ന് കേൾപ്പിക്കാമോ? അല്ല, നിങ്ങൾ ആദ്യമേ കൊടുത്ത് ഞങ്ങൾ കേട്ട വോയിസ് റെക്കോർഡിൽ എവിടെയൊക്കെയോ ചില ഭാഗങ്ങളിൽ മ്യൂട്ട് ചെയ്തതുപോലെ എഡിറ്റ് ചെയ്ത് കളഞ്ഞതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ചേച്ചി. അങ്ങനെ ഒന്നും ചെയ്യാത്ത ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഫുൾ വോയിസ് റെക്കോർഡ് ജനങ്ങളെ ഒന്ന് കേൾപ്പിക്കാമോ? ഇനി വേറൊരു കാര്യം, ഈ രമേഷ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് പേഴ്സണലായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളും അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യവും ഒന്നും എനിക്കറിഞ്ഞുകൂടാ. തുടക്കത്തിലേ അതൊന്ന് പറയണമല്ലോ. എന്നിട്ട് വേറൊരു കാര്യം, വേറൊന്നുമല്ല, പുതുതലമുറ രാഷ്ട്രീയത്തിലേക്ക് വരണം. അതോടൊപ്പം തന്നെ എന്തിനാ രമേഷ് പിഷാരടിയുടെ പേരും പറഞ്ഞ് ഈ പാലക്കാട്ടുകാരെ നിങ്ങൾ കല്ലെറിയുന്നത്? ഒരുപാട് കമന്റ് ബോക്സ് കണ്ടു, പാലക്കാട്ടുകാരെ കുറ്റം പറയുന്നത് എന്തിന്? അതിന്റെ ആവശ്യം എന്താ? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പിന്തുടർന്ന് മറ്റേ രമേഷ് പിഷാരടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കണ്ടു. ഒരു കാര്യം മനസ്സിലാക്കുക, പുതുതലമുറ രാഷ്ട്രീയത്തിലേക്ക് വരണം. നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കണം. എല്ലാവരും. ഇതിപ്പോൾ ആര് വന്നാലും അവർക്കെതിരെ കുടുക്കി അങ്ങോട്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരൊറ്റ സാധനമേ ഉള്ളൂ, പെണ്ണ് വിഷയം. പെണ്ണ് വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ആ പിഷാരടിയുടെ വിഷയത്തിലും. അല്ല, പിഷാരടി, ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് പുള്ളിയുടെ സ്വഭാവം ഒന്നും അറിയത്തില്ലേ. പക്ഷേ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ ചിന്തിച്ചപ്പോൾ ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക, നാണം കെടുത്തിക്കൊണ്ടിരിക്കുക. നാളെ വേറൊരു മണ്ഡലത്തിൽ, പാലക്കാട് വിടൂ, വേറൊരു മണ്ഡലത്തിൽ ഒരു ചെറുപ്പക്കാരൻ പിണുമാമനെ പോലെ അല്ലെങ്കിൽ വി ഡി സതീശൻ മാമനെ പോലെ അത്ര ഏജ്ഡ് അല്ലാത്ത ഒരു 40 വയസ്സിന് താഴെ ഉള്ള ചെറുപ്പക്കാരൻ എന്ന് വിളിക്കാമല്ലോ അല്ലേ, ഒരു ചെറുപ്പക്കാരൻ വരുമ്പോഴത്തേക്ക് നാളെ അയാൾക്ക് വോട്ട് കുത്തുവോ ജനങ്ങൾ? അല്ല, ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ചില ആൾക്കാരെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് അങ്ങോട്ട് കീറി മുറിച്ച് അവരെ അങ്ങോട്ട് വല്ലാതാക്കി വിടുമ്പോഴത്തേക്ക് നാളെ വേറൊരു മണ്ഡലത്തിൽ ഒരു ചെറുപ്പക്കാരൻ വരുമ്പോൾ ഓക്കേ, ഇവനും മറ്റവന്മാരെ പോലെ ആയിരിക്കും, വോട്ട് കൊടുക്കണ്ട എന്നല്ലേ ജനങ്ങൾ ചിന്തിക്കുകയുള്ളൂ. അല്ല, അത് ആ ഒരു ചിന്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ ഈ പരിപാടിയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? എനിക്കൊരു സംശയമേ. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു പോസ്റ്റർ കാണിക്കാമേ, നിങ്ങൾ ഇത് കാണണം. ഇവിടുന്നേ ബാക്കി കാര്യങ്ങളിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. പിഷാരടി ശ്വേതയോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. എനിക്കും അത് അത്ര അങ്ങോട്ട് സുഖിച്ചിട്ടില്ല പിഷാരടി. പക്ഷേ ഒരു ചോദ്യം എനിക്കുണ്ട്. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ പോസ്റ്റർ നിങ്ങൾ കണ്ടോ? കൺഗ്രാജുലേഷൻസ് പിഷു. ശ്വേതാ മേനോൻജി അവരുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ രമേഷ് പിഷാരടി ജയിച്ചതിന് ശേഷം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ ശ്വേതാ മേനോൻജി നമ്മുടെ പിഷാരടിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നതാണ്. തെറ്റൊന്നുമല്ല അത്, ഞാൻ തെറ്റാണെന്ന് പറയില്ല. പക്ഷേ ഈ ഉമ്മ കൊടുക്കുന്നതിനകത്തുനിന്ന് ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇവർ തമ്മിൽ നല്ല ബോണ്ടാണ്, നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നിരിക്കാം, അങ്ങനെ പറയാം. കാരണം വെറുതെ റോട്ടിൽ കൂടെ പോകുന്ന ഒരാൾക്ക് ഒരു സ്ത്രീ ചെന്ന് ഉമ്മ കൊടുക്കുമോ? അല്ലെങ്കിൽ ഒരു പുരുഷൻ ചെന്ന് ഉമ്മ കൊടുക്കുമോ? ഇല്ല. ഈ ഒരൊറ്റ ഫോട്ടോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവർ തമ്മിൽ നല്ല ആത്മബന്ധം, നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെയുള്ള 2 പേരാണ്. എന്തുമായിക്കോട്ടെ, പക്ഷേ ഒരു ഡേർട്ടി ടോക്ക്, രമേഷ് പിഷാരടിയുടെ ഒരു പോർഷനിൽ ശ്വേതയോട് സംസാരിച്ച ഒരു 10-40-50 മിനിറ്റുള്ള വോയിസ് റെക്കോർഡാണ് നമ്മളെല്ലാം കേട്ടത്. അതിൻ്റെ ഒരു പോർഷനിലുള്ള ഒരു ഡേർട്ടി ടോക്ക്, അങ്ങനെ തന്നെ ഞാൻ പറയും.
ആ ഡേർട്ടി ടോക്ക് രമേശ് പിഷാരടി സംസാരിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാനുള്ള ഒരു റീസൺ ഇവർ തമ്മിലുള്ള ആത്മബന്ധമാണോ? അല്ല, അത് ചോദിച്ചേ പറ്റുള്ളൂ. ഞാൻ ചോദിക്കാനുള്ളത് ഇതാ ഇവിടെ കാണിച്ചല്ലോ നിങ്ങളെ. ഇനി രമേശ് പിഷാരടി ആ പറയുന്ന കാര്യം എനിക്കത് ഡേർട്ടി ടോക്കായിട്ട് തന്നെയാണ് കേട്ടോ രമേശ് പിഷാരടി ചേട്ടാ തോന്നുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ ഒരു കാര്യത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഞാൻ കേട്ടു, നിങ്ങളെ അറിയാവുന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടു, അതായത് നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. നിങ്ങൾ വിചാരിച്ചില്ല നിങ്ങളും ശ്വേതയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ശ്വേതയാണ് മിക്കപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങൾ സംസാരിക്കാറുള്ളത് എന്ന് നിങ്ങൾ പല ആളുകളോടും പറഞ്ഞതൊക്കെ കേട്ടു. ഓക്കെ, ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് നിങ്ങളുടെ ഇടയ്ക്ക് വരാറുണ്ട്. കാരണം നിങ്ങൾ അത്ര നല്ല സുഹൃത്തുക്കളാണ്, ഡേർട്ടി ടോക്സ് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്കൊരു ഉമ്മയൊക്കെ തരുന്ന ഫോട്ടോ അതൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ അത്ര നല്ല കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെയുള്ള, പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കുറച്ച് അതും അമ്മ എന്ന താരസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഡേർട്ടി ടോക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു രമേശ് പിഷാരടി ചേട്ടാ? എന്താണെങ്കിലും ആ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി. എന്തായാലും വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ? ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങള്? രമേശ് പിഷാരടി ഒരു ഡേർട്ടി ടോക്കാണ്. ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത് പിഷാരടിയുടെ തന്നെ വോയിസ് ആണോ, ഇത് ഡബ് ചെയ്തതല്ല, ഇത് ഉടായിപ്പാണെന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് രമേശ് പിഷാരടിയുടെ വോയിസ് തന്നെയാണ്. പുള്ളി നിഷേധിക്കുന്നില്ല. പക്ഷെ പുള്ളിക്ക് എന്നിട്ട് സങ്കടം ഉണ്ടാവാനുള്ളൊരു കാരണം ഇവർ തമ്മിൽ അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, നല്ല കമ്പനി ആയിരുന്നു ഇവരൊക്കെ തമ്മിൽ. നമ്മൾ കണ്ടിട്ടുണ്ട് പല വേദികളിലും. ഇവർ ഇപ്പോഴും കണ്ടല്ലോ രമേശ് പിഷാരടി ആ സാധനം പറഞ്ഞതിന് ശേഷവും എന്താണ് ശ്വേത പറയുന്നത്? ആ പിഷു ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്നാണ് പറയുന്നത്. അല്ലാതെ എടാ മറ്റേ മോനെ നീ എന്ത് വർത്താനോടായി പറയുന്നത് എന്നല്ല പറഞ്ഞത്. ആണോ? അല്ല. സോ എനിക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്, അത് കൂടാതെ പല ആളുകളും പറഞ്ഞ് ഇവരിങ്ങനത്തെ ടോക്കുകൾ ലൈക്ക് ചില നല്ല ഗുഡ് ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അത് ആണും പെണ്ണും ആയിക്കോട്ടെ, ആണും ആയിക്കോട്ടെ, പെണ്ണും ആയിക്കോട്ടെ, ചിലപ്പോൾ ഇത്തിരി ഡേർട്ടി വർത്താനം പറയും ഇല്ലേ, നല്ല കമ്പനിയാണെങ്കിൽ. ഇതുപോലെ ഇപ്പം നമ്മൾ കേട്ടതുപോലുള്ള സാധനങ്ങൾ. അല്ലാതെ ഞാൻ നിന്റെ കൂടെ വന്നങ്ങോട്ട് അങ്ങനെയല്ല. മനസ്സിലായോ? ഈ തരത്തിലുള്ള, പിന്നെ പിഷാരടിയെ നമുക്ക് അറിയാം, കോമഡി അത്യാവശ്യം അടിക്കുന്നൊരു വ്യക്തിയാണ്. ഇതൊരു കോമഡി, ഇതൊരു ഡേർട്ടി ജോക്കാണ്, അല്ലാന്ന് ഞാൻ പറയില്ല, ഡേർട്ടി ജോക്ക് തന്നെയാണ്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറഞ്ഞത് എന്താ? എടുത്ത വായിൽ വേണമെങ്കിൽ തെറി പറയായിരുന്നു, ഇവൻ വൃത്തികേടാണ് പറഞ്ഞത്, അതല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു സാധനം ഇല്ലാത്തതാണ് എന്നുള്ള ഒരു നല്ല ബോധ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത തെറിയായിരിക്കും. ഇവിടെ അങ്ങനല്ല, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അതെങ്ങനെ പറയാതിരിക്കും? അവരാണ് റെക്കോർഡ് ചെയ്യുന്നത്, പിഷാരടി അല്ല, അല്ലെങ്കിൽ മൂന്നാമതൊരാളല്ല. വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ ശ്വേതയ്ക്ക്? നല്ല ഫ്രണ്ട്സ് അല്ലേ? ഇങ്ങനെയുള്ള നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ടോക്ക് എടുത്ത് പുറത്തേക്കിട്ട് ആ വ്യക്തിയെ ഇല്ലാതാക്കാനും മാത്രം എന്താണ് ശ്വേത? മേടിച്ച കാശിനോടുള്ള കൂറാണോ? എനിക്ക് അങ്ങനെയാണ് ചോദിക്കാൻ തോന്നുന്നത്. ബാക്കി കുറച്ചും കൂടെ. എന്റെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരി, ഓക്കെ, ശരി. നമുക്കെല്ലാം ശരിയാക്കാം, ഹസ്ബൻഡ് വന്ന് പോട്ടെ. അത് പറഞ്ഞപ്പോൾ അവിടെ ചിരിയ അല്ലേ? അവിടെ ചിരിയ. വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? എടാ മറ്റേ മോനെ എന്ന് തന്നെ വിളിക്കും.
അതേ വിളിക്കുള്ളൂ ഇല്ലേ? 2 പേര് അപരിചിതരായിട്ടുള്ള, ഇല്ലെങ്കിൽ ഒരേ എൻ്റെ ഇപ്പം ഞാനും വേറൊരാളും ഞാനൊരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു കൊളീഗ് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞാൽ തെറി തന്നെ പറയത്തുള്ളൂ. ഇവിടെ പക്ഷെ അതല്ല. അതെല്ലാം വിടൂ. ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചൊരു ഫോട്ടോ ശ്വേത ജി തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ. ഞാനത് നേരത്തെ ചോദിച്ചത്, വെറുതെ ഒരാൾക്ക് നമ്മളങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കുമോ? നമ്മൾ അതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം, അത്രയ്ക്കും ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളായിരിക്കണം, നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളായിരിക്കണം. അങ്ങനെ ഒരാളോട് ചിലപ്പോൾ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഞാൻ അറിഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞു വെച്ചതെന്നല്ല, എനിക്ക് അറിയാൻ സാധിച്ചത്, ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് ശ്വേത ഇറക്കാറുണ്ട്. ഇത് ഇത്തവണ അങ്ങോട്ട് പിഷു ചെയ്തു. പക്ഷെ പിഷു അറിഞ്ഞില്ല ഇത് പുഷോന്നും പറഞ്ഞ് പുറത്തു വരുമെന്ന്. മനസ്സിലായോ? ഇത് റെക്കോർഡ് ചെയ്യുന്ന കാര്യം. പിന്നെ ഇത് അങ്ങനെയാണെങ്കിൽ, ഞാൻ പറഞ്ഞൊരു പെർസ്പെക്റ്റീവിലൂടെ ആണെങ്കിൽ ശ്വേത ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഞാൻ പറഞ്ഞ പെർസ്പെക്റ്റീവ് അല്ല കറക്റ്റ് എങ്കിൽ പിഷാരടി ചേട്ടൻ വെറുതെ ഒന്നും അങ്ങനെ പോകണ്ട, അനുഭവിച്ച് തന്നെ പോയാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞ പെർസ്പെക്റ്റീവ് ആണ് റൈറ്റ് എങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആളുകളെ, ചെറുപ്പക്കാരെ ഇല്ലാതാക്കുന്ന ഈ ഒരു പരിപാടി ഇവിടെ ഇല്ലാതെയാവണം. അതായത് ആരെങ്കിലും ഒന്ന് വരുമ്പോഴത്തേക്ക് നേരെ ഇതുപോലുള്ളൊരു കോൺവെർസേഷൻ പുറത്തേക്ക് വിടുക, അവരെ അങ്ങോട്ട് ഇല്ലാതാക്കുക. വാട്ട് ഈസ് ദാറ്റ്? എങ്ങനെ ഈ നാട് രക്ഷപ്പെടും? ഞാൻ ചോദിച്ചതിൽ തെറ്റുണ്ടോ? നിങ്ങൾ പറ, ഞാൻ ചോദിച്ചതിൽ തെറ്റുണ്ടോ? അല്ല, ഇവിടെ അതാണല്ലോ കൂടുതലും നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസ് നിങ്ങൾ നോക്കൂ. കോടതി വെറുതെ വിട്ടിട്ടും തിരിച്ചു പാർട്ടിയിലോട്ടും എടുത്തില്ല. എവിടെ ചെന്നാലും ഒരു പുച്ഛം അത് കിട്ടും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അവർ തല ഉയർത്തിപ്പിടിച്ച് തന്നെ. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? എനിക്കതാ മനസ്സിലാവാത്തത്. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? ഇന്ന് അൻസിബ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ തുടക്കം ആ പെൺകുട്ടിയിൽ നിന്നാണല്ലോ, അല്ലേ? അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്ന, അല്ലെങ്കിൽ ഒരു അഡ്നോ കമ്മിറ്റിയുടെ ഒരു തലപ്പത്ത് വന്ന ഒരു വ്യക്തി, അയാളെയും തീർത്തു, രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട്. അല്ല, ഇതൊക്കെ കാണുമ്പോഴാണ് ഈ BJPയുടെ ഒരു കടന്നുകയറ്റം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കടന്നുകയറ്റം പലപ്പോഴും പല രീതിയിൽ നമ്മൾ കേട്ടു. ഇവിടെ അതാണോ സംഭവിക്കുന്നത് ഒരു സംശയം തോന്നിപ്പോകുന്നു ഇതൊക്കെ കാണുമ്പോഴാണ്. സീരിയസ്ലി എന്തിന്? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അയാൾക്കെതിരെ എന്തിനാണ് ശ്വേത ഇപ്പം ഇങ്ങനെ ഒരു വോയിസ്, പ്രത്യേകിച്ച് ഈ പോർഷൻ കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് തള്ളി വിട്ടുകൊണ്ടിരിക്കുക. ഈ പോർഷൻ എടുത്ത് റിയാക്ട് ചെയ്യുന്ന പല ആളുകളുടെയും പ്രൊഫൈൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ പാലക്കാട് തന്നെ BJPയുടെ പല ആളുകൾ ഈ സാധനം, ഈ ഒരു പോർഷൻ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആ പോർഷൻ എടുത്തു വെച്ച് താങ്ങുക. അത് മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, BJPയുമായിട്ട് ഇത്തിരി ബന്ധമുള്ള ആളുകളാണ് ഈ സാധനം എടുത്തു വെച്ച് അങ്ങോട്ട് ചെയ്യുന്നത് മൊത്തം. ഇത് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ രാഷ്ട്രീയ പാർട്ടി BJP എന്ന് പറയുന്ന പാർട്ടിയെ നീയൊക്കെ നശിപ്പിക്കുവോ? ഇല്ലാതെയാക്കുവോ? പേരുദോഷം കേൾപ്പിക്കുവോ? എന്തിന്? ശ്വേത മേനോൻജി, നിങ്ങളുടെ കളി, നിങ്ങൾ തിരിച്ച് കയറാൻ വേണ്ടി കിടന്ന് വയറ്റുണ്ടല്ലോ, വെറുതെ ആവും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, എനിക്കത് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻസിബ, അവളിൽ നിന്നാണ് തുടക്കം. എന്നിട്ടിപ്പം വേറെ എങ്ങോട്ടൊക്കെയോ പൊക്കോണ്ടിരിക്കുക. എന്താണെങ്കിലും ഇതൊന്ന് കേൾക്കാം, അൻസിബ പറയുന്നതും കൂടെ നമുക്ക് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. മുതിർന്ന താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടിക്ക് ഒരു നിലപാട് എടുക്കേണ്ടതല്ലേ ഈ ഒരു ഘട്ടത്തിൽ? തീർച്ചയായിട്ടും അവരുടെ നിലപാട് പറയേണ്ടതാണ്. അത് അവര് തന്നെ വന്ന് പറയേണ്ടതാണ്. ഇപ്പം എൻ്റെ നിലപാട് ഞാനാണല്ലോ പറയേണ്ടത്. എനിക്ക് പകരം മറ്റൊരാൾ വന്ന് അൻസിബയുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹം വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ നിലപാട് അറിയിക്കുന്നത് ആ വ്യക്തി തന്നെ വന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് മമ്മൂക്കയും ലാലേട്ടനും അവരുടെ നിലപാട് അറിയിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരത് പബ്ലിക്കായിട്ട് അറിയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൗനം പാലിക്കുകയാണെങ്കിൽ തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടാവുമല്ലോ, അവരിപ്പോഴും മൗനം പാലിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലേ? മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. കാരണം ഒരുപക്ഷെ മൗനം പാലിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന കാര്യമായിട്ട് പറയണത്, അല്ലാതെ ഇതായിരിക്കും ഞാൻ ഉറപ്പ് പറയണില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളായിരുന്നു എന്നുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ സ്റ്റേറ്റ്മെന്റ് പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എനിക്ക് അറിയില്ല എന്താണ് പറയാത്തതെന്ന്. അതാ ഞാൻ അത് വേറൊന്നും കൊണ്ടല്ല, 2 പേർക്കും ആവശ്യത്തിലധികം തിരക്കുകളുണ്ട്. അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ലാലേട്ടൻ എന്ന് പറയുന്ന ആ മഹാനടൻ തന്നെ
ഈ ഒരു അമ്മ എന്ന് പറയുന്ന താരസംഘടനയിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോയത് പുള്ളിക്ക് ഇത്തിരി സമാധാനം വേണമെന്നുണ്ട്. സീരിയസ്ലി എനിക്കങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുള്ളിക്ക് ഇത്തിരി സമാധാനം വേണം. ഈ ആവശ്യമില്ലാത്ത ഒച്ചയും ബഹളവും വയ്യാവേലിയും എടുത്ത് തലയിൽ വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പം ഈ ഒരു വിഷയത്തിൽ, ഈ അൻസിബയുടെ ഒരു വിഷയത്തിൽ കാര്യങ്ങളൊക്കെ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ അറിയുന്നുണ്ട്. അവരായിട്ട് പിന്നെ ഇതിനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ശ്വേതാ മേനോൻ കഴിഞ്ഞ ദിവസം പറയുന്നത് ലാലേട്ടനും മമ്മൂക്കയൊക്കെ എൻ്റെ കൂടെയാണെന്നാണ്. ശ്വേത അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. ലാലേട്ടനും മമ്മൂക്കയ്ക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ നേരിട്ട് മാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കട്ടെ. മനസ്സിലായോ? അല്ലാതെ ശ്വേതാ മേനോൻ ലാലേട്ടനും മമ്മൂക്കയ്ക്കും വേണ്ടി കൊട പിടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, പല നടന്മാരെയും വിളിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നടിമാരെയും വിളിക്കുന്നുണ്ടല്ലോ, എൻ്റെ കൂട്ടം നിൽക്കണേ എന്നും പറഞ്ഞ്. എന്തിനാ? എന്ത് കാര്യത്തിന്? ഒരു പോസ്റ്റർ എഴുതിയിട്ട് കണ്ടു ഈ കഴിഞ്ഞ ദിവസം. ഞാനതൊന്ന് വായിക്കാമേ. അമ്മയിലുള്ള മിക്കവരും ഫീൽഡ് ഔട്ട് ആയവരാണ്. ഇവർക്കൊന്നും സിനിമയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സംഘടനയെ പലരും സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനായിട്ടും കണ്ടിട്ടില്ല. എന്നാൽ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, അതൊരു സത്യമാണ്. സ്ഥിരവരുമാനമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി കലാകാരന്മാർ അമ്മയിലുണ്ട്. ആരുടെയെങ്കിലും മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാനും മരുന്ന് വാങ്ങാനും ഒരു നേരത്തെ ആഹാരം കണ്ടെത്താനും അവർക്ക് കൈത്താങ്ങാവുക എന്നതാണ് അമ്മയുടെ സ്ഥാപിത ലക്ഷ്യം. ഇതിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് ലാലേട്ടനും മമ്മൂക്കയും മറ്റ് സ്റ്റാർ വാല്യൂ ഉള്ള താരങ്ങളും അവരുടെ സമയവും അധ്വാനവും ചിലവഴിച്ച് അമ്മയുടെ സ്പോൺസേർഡ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നത്. ആ പണം തരുന്നത് ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, അമ്പലമാണോ, പള്ളിയാണോ, അംബാനിയാണോ, അദാനിയാണോ എന്നൊന്നും ഞങ്ങൾ ഒരിക്കലും നോക്കാറില്ല. അതെന്താ ചേച്ചി? എവിടുന്നാണെങ്കിലും കിട്ടിയാൽ മതി, എടുത്തങ്ങ് മിഴുങ്ങ, അതാണോ മൂഡ്? അല്ല, അത് ശരിയായിട്ടുള്ളൊരു നയമാണോ? വരുന്ന പൈസ അത് എവിടുന്നാണ് വരുന്നത് എന്ന് തിരക്കിയിട്ട് വേണ്ടേ എല്ലായിടത്തും കയറി അങ്ങ് ഏക്കാൻ? നിങ്ങളാ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. വതം നോക്കിയൊന്നും ചെയ്യണ്ട. പക്ഷെ എവിടുന്നാണ് ഈ ഫണ്ട്, ഒരു പരിപാടി, നിങ്ങൾക്കൊരു സ്പോൺസർഷിപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം, ഈ തരുന്ന ഇത്രയും പൈസ അവർ തരുന്നു, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളൊരു കാര്യം അറിയണം ചേച്ചി. ഈ പറഞ്ഞത് തന്നെ മണ്ടത്തരവാ കേട്ടോ. പക്ഷേ അമ്മയുടെ അംഗങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ട് അവരുടെ ചികിത്സയ്ക്കും മരുന്നിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെച്ചിരുന്ന ഫണ്ടിൽ ചില കുറ്റാരോപിതർ മുമ്പ് നടത്തിയ സാമ്പത്തിക തിരിമറികൾ ഞാൻ കണ്ടെത്തിയോ? നിങ്ങൾ കണ്ടെത്തിയല്ലേ പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളിപ്പോഴത്തെ കാര്യങ്ങൾ വേറെയും കുറേ ആൾക്കാർ കണ്ടുപിടിച്ചല്ലോ. അപ്പം നിങ്ങൾക്ക് 45 ദിവസം വേണമെന്നും പറഞ്ഞില്ല നിങ്ങൾ ഓടുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് കൊടുത്തോ നിങ്ങൾ 45 ദിവസം? അല്ല, അതും പോട്ടെ. ഈ ബാക്കി എല്ലാവരും പറയുന്നു പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ പ്രശ്നമെന്ന്. അതിൻ്റെ ഒരു പൊരുളെന്താ? സത്യാവസ്ഥ എന്താ? ആ കാര്യങ്ങൾ ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എന്നെ അവർ അപമാനിക്കാൻ ശ്രമിച്ചത്. ജനറൽ ബോഡി മീറ്റിങ്ങിൽ എന്നെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിച്ചു. ഓഹോ, തെളിവുകളുണ്ടോ? ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു, നമ്മളാരും കണ്ടിട്ടില്ല. ഇപ്പം വോയിസ് വിട്ടല്ലോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ബൈറ്റെങ്കിലും വിട്, ചെറിയ വീഡിയോ ക്ലിപ്പെങ്കിലും. ഞാൻ അമ്മയിൽ നിന്ന് പിന്മാറുന്നതിനെ പറ്റി ചിന്തിക്കുന്നു. ജനറൽ ബോഡി മീറ്റിങ്ങിൽ എന്നെയും കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിച്ചു. ആ സാഹചര്യത്തിലാണ് ഞാൻ അമ്മയിൽ നിന്നും പിന്മാറുന്നതിനെ പറ്റി ചിന്തിച്ചത്. ചിന്തിക്കാനൊക്കെ സമയം കിട്ടുമോ? ഇറങ്ങി ഓടുമല്ലായിരുന്നോ? ഒരു സാധാരണ സ്ത്രീക്ക് മലയാള സിനിമയിലെ ആ പവർ ഗ്രൂപ്പിനെ ഒരിക്കലും ഒറ്റയ്ക്ക് നേരിടാനാവില്ല എന്നത് ഞാൻ അമ്മ പ്രസിഡന്റായി മത്സരിച്ച അന്നു മുതൽ ഇന്ന് വരെ ഞാൻ നേരിട്ട ആക്രമണങ്ങളിലൂടെ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും. എന്തിന് ലാലേട്ടൻ വരെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പോയില്ലേ? നിങ്ങൾ ലാലേട്ടൻ രാജിവെച്ചതും തമ്മിൽ താരതമ്യം ചെയ്യരുത് കേട്ടോ. അതൊരിക്കലും ചെയ്യരുത്, സമ്മതിക്കില്ല. നമ്മൾ ഫാൻസ് അത് സമ്മതിക്കില്ല, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ആ കുറ്റാരോപിതർ ചെയ്യുന്ന തിരിമറികൾക്കും തട്ടിപ്പുകൾക്കും എന്തിന് ചീത്തപ്പേര് കേൾക്കണം എന്ന് ലാലേട്ടൻ വരെ ചിന്തിച്ചില്ലേ? ഓക്കെ, ലാലേട്ടൻ ചിന്തിച്ചതുപോലെ ചോദിച്ചു ചിന്തിക്കുകയാണോ? എന്നാ പൊക്കൂടെ, രാജിവെച്ചിട്ട് പൊക്കൂടെ? എന്തിനാ പിന്നെ അതിനകത്തോട്ട് തള്ളിക്കയറാൻ ശ്രമിക്കുന്നത്? പൊക്കോ. ഞാൻ നടത്തിയ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിലും എൻ്റെ പോരാട്ടം ഏതെങ്കിലും സ്ഥാനങ്ങൾക്കോ വ്യക്തിപരമായ നേട്ടത്തിനോ ആയിരുന്നില്ല. പിന്നെന്തിനാ ചേച്ചി ഈ വ്യക്തിപരമായിട്ടുള്ള നേട്ടമൊന്നും ചേച്ചിക്ക് വേണ്ടെങ്കിൽ ഈ സ്പോൺസർഷിപ്പ് കൊണ്ടുവരുമ്പോഴത്തേക്ക് 20% കമ്മീഷൻ, അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? കമ്മീഷൻ അത് അമ്മയ്ക്ക് തന്നെ ഇരിക്കട്ടെ. അമ്മയിലെ കാര്യങ്ങൾക്കും അമ്മയിലെ അംഗങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നവരല്ലേ നിങ്ങൾ. അപ്പം അംഗങ്ങൾക്ക് കൊടുക്കുക. നിങ്ങൾ പറയുന്നുണ്ടല്ലോ സ്ഥിരം വരുമാനമൊന്നും ഇല്ലാത്ത ആളുകളുണ്ടെന്ന്. ഈ കിട്ടുന്ന സ്പോൺസർഷിപ്പ് നിങ്ങളുടെ പോക്കറ്റിലിടാതെ അവർക്ക് കൊടുക്കുക. അങ്ങനെ വേണമായിരുന്നു ചെയ്യാൻ.
അങ്ങനെ ഒരു പരിപാടി നിയമം കൊണ്ടുവരണമായിരുന്നു അമ്മയിൽ. കാരണം നിങ്ങൾ തന്നെ പറയണമായിരുന്നു സ്പോൺസർഷിപ്പ് കൊണ്ടുവരുന്ന ആളുകൾക്ക് 20% നിങ്ങൾക്കുള്ളതാണ്. പക്ഷെ ആ 20% പറ്റുമെങ്കിൽ നമ്മുടെ ഇവിടെ സ്ഥിര വരുമാനം ഇല്ലാത്ത ആളുകൾക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്താൽ വലിയ നല്ല കാര്യമായിരിക്കും എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ചേച്ചിയുടെ കൂടെ ഞാൻ നിന്നേനെ. ഓക്കെ, ഒരുപാട് അങ്ങ് നന്മ കളിക്കാതെ തിരിച്ച് ചോദ്യങ്ങൾ വരും. അമ്മയിലെ സാമ്പത്തിക തിരിമറി നടത്തിയവർക്കെതിരെയും ചില കുറ്റവാളികൾക്കെതിരെയും എൻ്റെ പോരാട്ടം നുണക്കഥകൾ പ്രചരിപ്പിച്ചും അപകീർത്തിപ്പെടുത്തിയും എന്നെ നിശബ്ദയാക്കാമെന്നൊന്നും അവർ കരുതുന്നത് എന്നെക്കുറിച്ച് എത്ര നുണകൾ പ്രചരിച്ചാലും എത്ര അപമാനിച്ചാലും ഈ പോരാട്ടത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറില്ല. അയ്യോ, ചേച്ചിയെ അങ്ങ് നുണകൾ പറയുകയല്ലേ ചേച്ചിയെ പറ്റി, അപമാനിക്കുക അല്ലേ? അല്ല, അപ്പൊ ആ അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിങ്ങളുടെ മറ്റേ അടിമ ഒരാളുണ്ടല്ലോ ലക്ഷ്മിപ്രിയ അപമാനിച്ചാലൊന്നും ഒരു കുഴപ്പമില്ലേ? അല്ല, കുഴപ്പമില്ലേ? നിങ്ങൾ മാത്രം സത്യവതി, ബാക്കി എല്ലാവരും മോശക്കാരല്ലേ? ആ ഒരു ലൈനാ അല്ലേ? ഇവിടെ ഇറക്കിയിട്ട് കാര്യമില്ല, ചീട്ട് കീറിപ്പോത്തേ ഉള്ളൂ. കാരണം ഇത് അമ്മയുടെ പിന്നെ എന്നെക്കുറിച്ച് എത്ര നുണ പ്രചരിച്ചാലും എത്ര അപമാനിച്ചാലും ഈ പോരാട്ടത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്നോട്ടില്ല. കാരണം ഇത് അമ്മയുടെയും അതിലെ സാധാരണ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. കൊള്ളാം. ഇനി ഞാൻ ഇതിൽ തോറ്റുപോയാലും സാരമില്ല. കാരണം ഈ പോരാട്ടത്തിലൂടെ ആ പവർ ഗ്രൂപ്പ് അമ്മയുടെ മെമ്പേഴ്സിന്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കുറെ പേര് എക്സ്പോസ് ആയി കേട്ടോ. അത് നാട്ടുകാരുടെ ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ. അമ്മയുടെ മറ്റേ മെമ്പേഴ്സിന്റെ ഫ്രണ്ടിൽ മാത്രമല്ല, നാട്ടുകാരുടെ ഫ്രണ്ടിൽ എക്സ്പോസ് ആയി കഴിഞ്ഞേ. ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ്. ഒരു നാണവും മാനോ ഇല്ലെങ്കിൽ ഇപ്പോഴും അമ്മ പ്രസിഡന്റ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. എത്രയും പെട്ടെന്ന് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.